ലാംധാന ഹസ്യാധരാലവാല വൈഡവലഗടഗരി ബത്രബോഡിയം ധനം പ്രകാരകശധനാദ്യാന്തല വൈഡാരഗടഗരികൾ കസ്തനാർത്ഥാനിയം ബത്രബോഡിയം ധനം അർത്ഥവൈഡവേദജാലഗടഗരികൾ കണോഷിയം ധനാദ്യാന്തല. സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. തുടർന്നുള്ള അല്പസമയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. സ്വർഗീയ കൃപ ഞങ്ങളോടുകൂടെ ഇരിക്കും. വായിച്ചുവിട്ട വേദഭാഗത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിനകത്തു നിന്ന് സംസാരിക്കാൻ കർത്താവ് അടിയനും ബലം നൽകിയാട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. അടുത്തിരിക്കുന്ന അടുത്തോട്ട് പറഞ്ഞു സന്തോഷത്തോടിരിക്കാൻ പറഞ്ഞു. സന്തോഷത്തോടെ മുഖത്ത് നോക്കി ചിരിച്ച് പറയണം സന്തോഷത്തോടിരിക്കുന്നുണ്ട്. കാരണം അത്രയും നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് നമ്മുടെ അടുത്തിരിക്കുന്ന ആളിലേക്ക് റിഫ്ലക്ട് ചെയ്യണം. ദൈവവചനത്തിനകത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്ത് എന്തു ആയിക്കോട്ടെ, നിങ്ങൾ പുറത്ത് എന്തു ആയിക്കോട്ടെ, പക്ഷെ ചർച്ചിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തവനെ റിഫ്ലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിഷേകമാണ്. വിശ്വസിക്കുന്നുണ്ടേ? ആമേ പറഞ്ഞു. ഒരു ദൈവ പൈതൽ ചർച്ചിനകത്ത് വന്നാൽ അവന് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, whenever he turns to anyone, എവിടേക്ക് അവൻ തിരിയുന്നോ അവിടെ മുഴുവൻ അവൻ റിഫ്ലക്ട് ചെയ്യുന്ന അവന്റെ അഭിഷേകമാണ്. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്ന് എന്നോട് ദൈവം ഈ ദൂത് പറയാൻ പറയുമ്പോൾ ചിലരൊക്കെ പറയുക, നീ തിരിയുന്നിടത്ത് അഭിഷേകം സ്റ്റാർട്ട് ചെയ്യും, നീ നോക്കുന്നിടത്ത് അഭിഷേകം സ്റ്റാർട്ട് ചെയ്യും, നീ ചലിക്കുന്നിടത്ത് അഭിഷേകം സ്റ്റാർട്ട് ചെയ്യും, നീ നടക്കുന്നിടത്ത് അഭിഷേകം സ്റ്റാർട്ട് ചെയ്യും. ബിക്കോസ് നീ ക്യാരി ചെയ്യുന്നത് ലോകത്തിന്റെ ഒന്നിനെ അല്ല, നീ ക്യാരി ചെയ്യുന്നത് ഉന്നതനായ ദൈവത്തെയാണ്. അഖില ചരാചരങ്ങളെയും എന്നെ പലപ്പോഴും കേൾക്കുന്ന ഒരു പദവാ, അഖില ചരാചരങ്ങളെയും ഒറ്റ വാക്കിനാൽ സൃഷ്ടിക്കാൻ കഴിവുള്ളവനെയാണ് നീ ചുമക്കുന്നത്. പിന്നെ ആരുടെ മുമ്പിലാണ് നീ മുട്ടുമടക്കാൻ പോകുന്നത്? നമ്മൾ പലപ്പോഴും മുട്ടുമടക്കാൻ ശ്രമിക്കുന്നവരല്ലേ, അല്ലേ? നമ്മൾ ലോകത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്ന് അറിയാമോ? നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് നല്ല ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ നല്ല സൈക്കാട്രിസ്റ്റിനെ ഒക്കെ പോയി കാണും, അല്ലേ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോകും, അല്ലേ? നമുക്ക് ലോകത്തിന് മുമ്പിൽ നമ്മളെ മുട്ടുമടക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് പരിശുദ്ധം പറയുക, മുട്ടുമടക്കുന്നത് സ്വർഗത്തിന്റെ മുമ്പിലാണെങ്കിൽ ഡോക്ടറിന് പറ്റാത്തത്, സൈക്കാട്രിസ്റ്റിന് പറ്റാത്തത് നിന്റെ പ്രാർത്ഥന മുറിയിൽ തരുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. വായിച്ച വേഗഭാഗത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. സന്ദർഭം സമയം എല്ലാവർക്കും പരിചിതമായതുകൊണ്ട് ജസ്റ്റ് ഒരു വൺ ലൈൻ പറഞ്ഞു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിനെ ശിഷ്യന്മാരെയും കാനാവിലെ കല്യാണ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു. ക്ഷണിച്ചു വരുന്ന യേശുവിനെ കാണുന്ന ഓരോ വ്യക്തികളും യേശുവിനെ കണ്ടിട്ട് വന്ദനം കൊടുക്കുക, അല്ലെ? ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ആമേൻ ഒത്തിരി പേര് ആമേൻ എന്നെ കണ്ടു. കുറച്ചു പേർക്കൊക്കെ എന്നെ മനസ്സിലായവരൊക്കെ വന്ന് പ്രൈസ് ലോഡ് തന്നു. പ്രൈസ് ലോഡ്. അപ്പൊ എന്നെ ഒരു ആളെ മനസ്സിലാക്കുന്ന രീതിക്ക് അവർ എന്ത് ചെയ്യണം? കരപ്പെടുത്ത് ക്ഷയിക്കാൻ കൊടുക്കുക, പ്രൈസ് ലോഡ് പറഞ്ഞ് മാറുക. ഇതൊരു അഭിഷേകമാണ്. ഞാൻ അവിടേക്ക് പോകുന്നില്ല, പക്ഷെ വേഗത്തിൽ മുമ്പോട്ട് പോകുക. ഇങ്ങനെ യേശുവിനെ കണ്ട് വന്ദനം കൊടുക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് ഒരാളുകളെ ആഡ് ചെയ്യപ്പെടുന്നു. യേശുവിന്റെ അമ്മ. യേശുവിന്റെ അമ്മ വന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, വീടിന്റെ പോരായ്മ മനസ്സിലാക്കിക്കൊണ്ട്. രണ്ട്, വന്നവൻ ആരാണ് പറഞ്ഞത്. രാമേ പറഞ്ഞില്ല. യേശുവിന്റെ അമ്മ വന്നതിന് രണ്ട് കാരണങ്ങൾ ഇന്ന് രാത്രി ഇത് നോട്ട് ചെയ്ത് വെച്ചോണം. ഒന്നാമത്തെ കാരണം അവരുടെ പോരായ്മ കണ്ടിട്ട്, രണ്ടാമത്തത് വന്നവനാരാന്ന് അറിഞ്ഞിട്ട്. ഇന്ന് ഇതിനകത്ത് കയറുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ലോകം നിങ്ങളെ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ചിലതിന്റെ കുറവ് പറയാൻ. രണ്ട്, വന്ന നിങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയാൻ, വന്ന നിന്റെ പ്രത്യേകത എന്തെന്നറിയാൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരിലൊക്കെ പറയുന്നു, നിന്നെ കാണുന്ന ലോകം നീ ആരെന്നറിയുന്ന ഒരു കാലഘട്ടം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. ഇനിയാണ് നിന്റെ കാതൽ ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഓടിച്ചു കൊണ്ടുവരുന്നത്. കേൾക്കണം, യേശുവിന്റെ അമ്മ വന്നിട്ട് ആദ്യമായിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് നോക്കണം, നന്മയുടെ നിറകുടമായിട്ട്, നിറവിന്റെ സകലതുമായിട്ട് യേശുവിനപ്പ വന്ന് നിൽക്കുമ്പോൾ ഓടി വന്ന് പറയുന്ന ചോദ്യമാണ്, കാര്യമാണ് കുറവ്, അല്ലേ? ഈ നിറമുള്ളവരെ കാണുമ്പോൾ കുറവുള്ളവർ ഓടി വന്ന് പറയുന്നതും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ലോകം നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങളകത്ത് നിറമുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. ലോകം നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങൾക്കകത്ത് എന്തോ നിറവ് വ്യാപരിക്കുന്നുണ്ട്.
ഈ കുറവുള്ളവന്റെ അകത്ത് തികയ്ക്കാത്ത എന്തോ ഒന്ന് നിങ്ങളുടെ അകത്ത് തികഞ്ഞു വരുന്നുണ്ട്. പൗലോസ് ഇതിനെ വിളിക്കുന്നത് എന്റെ അകത്ത് വരുന്ന കൃപാവരത്തിന്റെ പേര് തികഞ്ഞു. എത്രപേർക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഇന്ന് ചിലതിനെ നോക്കി ഞാൻ ആത്മാവിൽ പറയാൻ, ചിലതിനകത്ത് വ്യാപരിക്കുന്നത്, ചിലതിൽ കുറഞ്ഞു പോകുന്നതല്ല, തികഞ്ഞു വരുന്നത്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തികഞ്ഞവനാണ്. ഞാൻ തികഞ്ഞവനാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലോകത്തിൽ കുറഞ്ഞവനായി പോയേ? ആ ലോകത്തിൽ ഇല്ലാത്ത ഒന്ന് എന്റെ അകത്തുണ്ടെന്ന് ഞാൻ ലോകത്തിൽ കുറവുള്ളവനെ സമ്മതിച്ചു. ആമേൻ. ഹേയ് പ്രസിഡന്റ്, ഞാൻ സമ്മതിച്ചു, ഞാൻ ലോകത്തിൽ കുറവുള്ളവനാ. ഞാൻ ഇന്നും നിങ്ങളുടെ റേഷൻ മേടിക്കുന്നവനാ, സമ്മതിച്ചു. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ റേഷൻ കാർഡിന് ഒരു പക്ഷേ എന്റെ പേര് വെട്ടും, പക്ഷെ അവിടുത്തെ റേഷൻ കാർഡിന്റെ പേര് വെട്ടാൻ ലോകത്തൊരുത്തരും അധികാരമില്ല. അവനെ വീണ്ടും കൊണ്ടുപോകുന്ന ഒരു ചിന്തയിലേക്ക് കേൾക്കണോ? യേശുവിന്റെ അമ്മയുടെ അടുക്ക വരുമ്പോ യേശുവിന്റെ അമ്മ എന്ത് പ്രതീക്ഷയില്ല, അതുവരെ ഒരു അത്ഭുതവും ചെയ്യാത്ത, അതുവരെ ഒരു അടയാളവും ചെയ്യാൻ പറ്റാത്ത യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞെ ഇവിടെ കുറവുണ്ടെന്ന് പറയണമെങ്കിൽ എന്തറിഞ്ഞോണ്ടാ മറിയേ നീ അവിടെ ചെന്നത് പറഞ്ഞത്? എന്നോട് മറിയ പറഞ്ഞ മറുപടി എന്നറിയാമോ? അവൻ എന്റെ ഉദരത്തിൽ മനുഷ്യനെ അറിഞ്ഞു വന്നവനല്ല, അവൻ പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിച്ചു വന്നവനാ. അതുകൊണ്ട് ഞാൻ പറയാം, ഉദരത്തിലുള്ള പത്തനത്തെ നിരത്തി ഇവൻ കുറവുള്ളവനെന്ന് പറഞ്ഞാലും തമ്പുരാൻ ഉദരത്തിൽ തന്നത് നിറവുള്ളതെന്ന് തിരിച്ചറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, അവിടെ കുറവുണ്ട്. Praise the Lord. Praise the Lord. നിന്നെ നോക്കി ലോകം പറയുന്നു നിന്റെ കുറവുണ്ട്, പക്ഷെ നീ പുറത്തു വന്നത് എങ്ങനെയാണ് നിന്റെ പിതാക്കൾക്ക് നിന്റെ മാതാവിനും അറിയാം. അതുകൊണ്ട് അവര് നിന്നെ നോക്കി പറയും, കുഞ്ഞെ നീ നിറമുള്ളവനാണ്. ഒരു ഘട്ടത്തിൽ നിന്റെ മാതാവും പിതാവും നിന്നെ നോക്കി പറയും നീ കുറവുള്ളവനാണ്, പക്ഷെ അപ്പോഴും സ്വർഗത്തിലെ പിതാവ് വാക്ക് മാറ്റത്തില്ല, നീ നിറമുള്ളവനാണ്, നീ നിറഞ്ഞവനാണ്. നീ നടക്കുന്നിടത്ത് നിറവ് വെളിപ്പെടും, നീ ഇരിക്കുന്നിടത്ത് നിറവ് വെളിപ്പെടും, നീ കൈ കൊടുക്കുന്നിടത്ത് നിറവ് വെളിപ്പെടും. ഈ നൈറ്റ് സെക്ഷൻ നമ്മള് പരിശുദ്ധാത്മാവിനെ വെച്ച് പിടിക്കാൻ പോവുക. ഇന്ന് തമ്പുരാൻ എന്നോട് പറയാ, നിറവിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കാൻ പോവുക. ശ്രദ്ധിക്കണം. മറിയ വന്ന് പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ കുറവുണ്ട്. തിരിച്ച് യേശുവിന്റെ മറുപടി, ഞാൻ നിറയ്ക്കാന്നല്ല എന്നാ പറഞ്ഞേ. നല്ലൊരു മറുപടി പ്രതീക്ഷിച്ചു പോയ മറിയയോട് പറയുന്ന മറുപടിയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കണം. സ്ത്രീയെ, എനിക്കും നിനക്കും, രണ്ടാമത്തെ വാക്ക് എന്റെ നാഴിക, ഈ വരിയാണ് ഇന്ന് പരിശുദ്ധാത്മാവോട് സംസാരിച്ചത്. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അടുത്തേക്ക് നല്ല കരത്തെ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ പെർഫെക്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നിന്റെ പെർഫെക്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവോട് അങ്ങനെ പറഞ്ഞെന്നറിയാമോ? വേറെ ഏത് സമയത്തും മനുഷ്യന് പ്രവർത്തിക്കാം, പക്ഷെ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന പെർഫെക്റ്റ് ടൈമിനകത്ത് ഒരു മനുഷ്യൻ ഇടപാടില്ല. എത്ര പേർക്ക് ദൂത് പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ദൂതനോട് കൈമാറാൻ പറയുന്നു. ദൈവം ഒരുവന് ഒരുക്കി വെച്ചിരിക്കുന്ന പെർഫെക്റ്റ് ടൈമിനകത്ത്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പക്കാ ടൈമിനകത്ത് ലോകത്തൊരുവനും തലയിടാൻ പറ്റത്തില്ല. കാരണം ഞാനും എന്റെ ദൈവവും ആരാധനാമുറിയിൽ ഇരുന്ന് പ്രാപിക്കുന്നത്. യേശു വെയിറ്റ് ചെയ്തിരുന്നതിനാ യേശുവിന്റെ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി. സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ സമ്മതിച്ചു വന്നിട്ടില്ല. യേശുവിന്റെ നാഴിക എപ്പോഴാണെന്ന് ചോദിച്ചാൽ എന്നോട് കർത്താവ് തന്ന മറുപടി സിമ്പിളാണ്. എപ്പോഴാ വീടിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടോ അവിടെ തുടങ്ങി പിന്നെ നിന്റെ പെർഫെക്റ്റ് ടൈം. എവിടെ ലോകം നിന്റെ ഹോപ്പ് വിട്ടോ അവിടെ തുടങ്ങി നിന്റെ പെർഫെക്റ്റ് ടൈം. എത്ര പേർക്ക് അതോതിനെ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ഡാനിയേൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ലോകം തള്ളിയെടുത്ത് വെച്ച് ചില പെർഫെക്റ്റ് ടൈമുകൾ ഓപ്പൺ ആകുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. നിന്നെ കൊണ്ട് കുറവുണ്ടെന്ന് ലോകം നിന്നെ നോക്കി പറഞ്ഞ
പറഞ്ഞപ്പോഴും, നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ലോകം നിന്നെ നോക്കി പച്ചയ്ക്ക് പറഞ്ഞപ്പോഴും, പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പറഞ്ഞൊരു പദം, നിന്നിൽ നിറവുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഒരു പദം പറയുന്നു, നിന്നെ ഞാൻ നിറവുള്ളവരായിട്ട് മാത്രമല്ല, പെർഫെക്റ്റ് ടൈമിനകത്ത് നിന്നെ ഉറപ്പിക്കുന്ന. പിടിക്കാൻ പറ്റില്ല, നൂറ് പിടിച്ചോ. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പെർഫെക്റ്റ് ടൈമിനകത്ത് ലോകത്തിൽ നിനക്ക് ഒരു മനുഷ്യനെ കടത്താൻ പറ്റത്തില്ല. കാര്യം നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ഈടപാടാണ്. എന്താ പെർഫെക്റ്റ് ടൈമിന്റെ ഗുണമെന്ന് ചോദിച്ചാല്, ഇന്ന് രാത്രി ആ ധൂപിലേക്ക് നിങ്ങളെ എത്തിച്ചിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പെർഫെക്റ്റ് ടൈമിന്റെ പ്രത്യേകത? വാട്ട് ഈസ് ദ പർപ്പസ്? എന്തുകൊണ്ട് പെർഫെക്റ്റ് ടൈം നമുക്ക് ആവശ്യം എന്ന് ചോദിച്ചാൽ, യേശുവിനോട് വേറെ ഏത് സമയത്തും ഒന്നും അറിയാം. ആമേൻ, സ്തോത്രം. കുഞ്ഞെ, നിന്നെ കൊണ്ട് ആ വീഞ്ഞൊന്ന് വെള്ളമാകാമേ, ആ വെള്ളത്തെ ഒന്ന് വീഞ്ഞാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നത് പറ്റത്തില്ല. പക്ഷെ കറക്റ്റ് നാഴിക വന്നപ്പോ മറിയയുടെ ഇൻസ്ട്രക്ഷൻ അല്ല കർത്താവ് നോക്കിയത്. കർത്താവ് ആദ്യം നോക്കിയത് കൽപാത്രത്തിലേക്കാണ്. എവിടെ കുറവുണ്ടോ കുറവുള്ളത് നിറവുണ്ടെന്ന്. നിന്റെ നിറവിന്റെ കീ വേറെ എവിടെയല്ല, നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് വേറെ പാസ്റ്റർ കയ്യില് പോക്കറ്റില് പ്രാർത്ഥന മുറി മുട്ടുമടക്കാൻ പറ്റുമോ? അവിടെ ഉണ്ട് നിന്റെ നിറവിന്റെ കീ. സ്തോത്രം പറ, സ്തോത്രം പറ. നിറം അന്വേഷിച്ച് നീ റോഡിലൂടെ തപ്പുമ്പോ അതേ റോഡിൽ നിൽക്കുന്ന നിൽപ്പി നിന്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ നോക്കി ദൂത് സംസാരിക്കുകയെന്ന് രാത്രി പരിശുദ്ധാത്മാവ് വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചൊരു പദം, എന്നെ ഓർമ്മിപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഈ യേശു പറഞ്ഞ മറുപടിയും ഉണ്ട് രണ്ട് കാര്യം. മറിയയുടെ വരവിലും ഉണ്ട് രണ്ട് കാര്യം. യേശു പറഞ്ഞ മറുപടിയിൽ ആദ്യത്തെ കാര്യം, മറിയെ എന്റെ സമയം എടുത്തിട്ടില്ല, ബിക്കോസ് ഞാൻ എന്റെ പെർഫെക്റ്റ് ടൈമിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കുഞ്ഞെ 33.5 വയസ്സ് വരെ മറിയ നിനക്ക് എന്നെ നോക്കാൻ പറ്റി. ഞാൻ നിന്റെ നൂൽച്ചരടയിലാണ് ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്. 33.5 വയസ്സ് വരെ നിന്റെ നൂൽച്ചരടയിലും നിന്റെ ഇൻസ്ട്രക്ഷനിലും യോസേഫിന്റെ വാക്കിലുമാണ് ഞാൻ നടന്നതെങ്കിൽ, ഈ മിനിറ്റ് മുതൽ കാനായിലെ കല്യാണ വീട്ടിലെ ഈ സെക്കൻഡ് മുതൽ നിന്റെ നൂൽച്ചരടിനെ സ്വർഗ്ഗം ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ എന്റെ ഓൺ വഴി, പരിശുദ്ധാത്മാവ് എനിക്ക് തുറന്ന വഴി ഞാൻ നടക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ലോകത്തിന്റെ കണക്ഷൻ, യേശുവിന് അവസാനമായി ബാക്കി നിന്നിരുന്ന ലൗകിക കണക്ഷൻ കർത്താവ് കട്ട് ചെയ്യുന്നു. സ്വർഗീയ കണക്ഷനെ അവിടെ വെച്ച് സ്വീകരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്ത് കയറിയിരിക്കുന്ന ഓരോ ദൈവങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് തൊട്ട് പറയുന്നു, ലൗകിക കണക്ഷൻ ഏതെങ്കിലും ഇന്ന് നിങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കട്ടിയിലേക്ക് പറ, ഞാൻ സ്വർഗീയ കണക്ഷനിലേക്ക് പ്രവേശിക്കാൻ റെഡിയാണ്. ഞാൻ അതിലേക്ക് കാലെടുത്ത് വെക്കാൻ റെഡിയാണ്. ഞാൻ അതിലേക്ക് പ്രവേശിക്കാൻ റെഡിയാണ്. ഇതിലേക്ക് പ്രവേശിക്കുന്നവരുടെ പ്രത്യേകത എന്താണ്? ഇതിലേക്ക് പ്രവേശിക്കുന്നവരുടെ പ്രത്യേകത, സ്വർഗീയ ടൈമിനകത്തേക്ക് ഒരുത്തൻ കയറാൻ തുടങ്ങിയാൽ അവൻ നടക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. നടക്കുന്നിടത്ത് അത്ഭുതമുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ എല്ലാവരും പറയും, രക്തസ്രാവക്കാരിയായ സ്ത്രീ അൺഎക്സ്പെക്ടഡ്ലി യേശുവിന്റെ പൊങ്ങലെ ചെന്നിട്ട് ഒന്ന് തൊട്ടു അല്ലെ? അൺഎക്സ്പെക്ടഡ്ലി യേശു അറിഞ്ഞില്ലെന്നാ പറഞ്ഞേ. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞെന്നറിയാമോ? അവൾ തൊട്ടപ്പോ എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവോദനം പറയുന്നത്, തൊട്ടപ്പോ എങ്കിൽ നിന്ന് എന്നാ പുറപ്പെട്ടെന്നാ പറഞ്ഞേ? പെർഫെക്റ്റ് ടൈമിനകത്ത് കയറിയാൽ അവങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടും. ലോകം അവനെ കണ്ടിട്ടൊന്ന് പേടിക്കും. ഇവന്റെ അകത്ത് സാധാരണ അഭിഷേകമല്ലല്ലോ, ഇവൻ വേറെന്തോ ക്യാരി ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി ലോകത്തോട് വെല്ലുവിളിച്ചു പറയാൻ പരിശുദ്ധമായിട്ട് ഒരു വാക്ക് തരിക. ഞാൻ കൊണ്ടു നടക്കുന്ന ലോകത്തിലെ ഇമ്പത്തെയോ ലോകത്തിലെ ബിംബത്തെയോ അല്ല, ഞാൻ കൊണ്ടു നടക്കുന്നത് ലോകത്തിൽ ഒരുവൻ നശിപ്പിക്കാൻ പറ്റാത്ത ഒരു പവർ ഹൗസിന്റെ കീ ആണ്. എന്താ പത്രോസേ, നീ നല്ല ടൈമിൽ കയറിയപ്പോ എന്താ യോഹന്നാനെ ചോദിച്ചു? യോഹന്നാനെ, നിനക്ക് പെർഫെക്റ്റ് ടൈം ഉണ്ടായിരുന്നോ? പെർഫെക്റ്റ് ടൈമിൽ കയറുന്നതിന് മുമ്പുള്ള യോഹന്നാൻ ഒന്നിനും ഇടപെടാത്ത, ഒരു വഴിക്കും പോകാത്ത, ഒരു പ്രാർത്ഥനാലയത്തില് അവൻ മാരേജ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ അല്ലേ? പെർഫെക്റ്റ് ടൈമിന് മുമ്പുള്ള യോഹന്നാൻ നിങ്ങളൊന്ന് നോക്കിക്കോ. ഞാൻ ഇപ്പൊ പറയാം ക്വാളിറ്റീസ്. ഒന്നിന് മുമ്പ് നിൽക്കാൻ ഇഷ്ടമല്ല, ഒരു ക്രെഡിറ്റും എടുക്കാൻ ഇഷ്ടമല്ല, ഒരുവന്റെ താല്പര്യത്തിന് ശുശ്രൂഷിക്കാൻ ഇഷ്ടമല്ല, ഒരുത്തനെ നോക്കി ശുശ്രൂഷിക്കാതെ ആരാധനാലയത്തിന്റെ പിൻഭാഗത്തിൽ എല്ലാ ദിവസവും കടന്നു
പെർഫെക്റ്റ് ടൈമിന് മുമ്പ്. പെർഫെക്റ്റ് ടൈമിലേക്ക് പ്രവേശിച്ച് യോഹന്നാൻ 1, 2, 3 കഴിഞ്ഞില്ല. റെവലേഷൻ എന്ന് പറഞ്ഞൊരു അധ്യായം ആ മനുഷ്യന് വേണ്ടി തമ്പുരാൻ തുറന്നു വെച്ചു. വെളിപ്പാടെന്ന് പറഞ്ഞൊരു അധ്യായമേ, അതിലേക്ക് പ്രവേശിക്കുന്ന യോഹന്നാനെ കാണുന്നവർ പെർഫെക്റ്റ് ടൈമിൽ കയറിയ യോഹന്നാന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കാണും. എന്നറിയാമോ? ലോകത്തിൽ പെർഫെക്റ്റ് ടൈമിൽ കയറിയ എല്ലാവരും അവൻ യേശുവിന്റെ ഒരു ഭാഗം മാത്രം കണ്ട് കയറിയല്ല, പക്ഷെ മുഴുവനായും സ്വർഗത്തെ ദർശിച്ചുകൊണ്ടാണ് യോഹന്നാനോട് പെർഫെക്റ്റ് ടൈം ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധനോട് പറയുക, യോഹന്നാൻ തുറന്നു കൊടുത്തതുപോലെ സ്വർഗത്തിന്റെ മുഴുവൻ പൊട്ടൻഷ്യൽ കാണിച്ചു തരുന്ന, സ്വർഗത്തിന്റെ മുഴുവൻ ഫലവും എടുത്ത് കാണിച്ചു തരുന്ന ഒരു സ്വർഗീയ മിസ്സിന് ചിലർക്കായി പരിശുദ്ധ കൈമാറുകയാണ്. ഈ വിസിറ്റിന്റെ പർപ്പസ് ലോകത്തിന് ഒരു വിസ കട്ട്, സ്വർഗത്തിനൊരു വിസ അക്സെപ്റ്റഡ്. എത്ര പേർക്ക് ദൂരത്തിലെടുക്കാൻ പറ്റും? ഈ പെർഫെക്റ്റ് ടൈമിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയുന്ന ഈ ടൈമിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ലോകത്തിന്റെ സമയമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബൈബിൾ എങ്ങനെ കണക്ക് കൂട്ടിയ പ്രിയരെ? 40 രാവും 40 പകലും യേശു കർത്താവ് മരുഭൂമിയിൽ നിന്ന് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോ 40 രാവും 40 പകലും പരീക്ഷകൻ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. പക്ഷെ 40 ദിവസവും വരാത്ത പരീക്ഷ, അങ്ങനെ 40 ദിവസം ചോദിക്കാത്തൊരു ചോദ്യമായിട്ട് പരീക്ഷ വരിക 40-ാം ദിവസം. 40-ാം ദിവസം വരുന്ന പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യം, നിനക്ക് വിശക്കുമെങ്കിൽ കല്ലിനോട്. എന്തുകൊണ്ടാണെന്നറിയോ ഇതൊക്കെ ചോദിച്ച് യേശുവിനെ പിന്തിരിപ്പിക്കുന്നത്? ഇവൻ പെർഫെക്റ്റ് ടൈമിലേക്ക് കയറിയാൽ ക്രൂശേ ഇവൻ കയറും. ഇവൻ ക്രൂശേ കയറിയ എന്റെ അടിവേര് ഭൂമിയിൽ നിന്ന് പറിച്ചെറിയും. ആമേൻ, ആമേൻ. ആദാമിനെ ഹവ്വയെയും എന്തിനേറെ പറയുന്നു, ഇരുട്ടായി കിടന്ന ഈ ഭൂമിയെ അന്ന് വരെ വാണോണ്ടിരുന്ന സാത്താന്യ ആധിപത്യം. ഒന്നുകൂടെ ഉറച്ചു പറഞ്ഞാൽ ഞാൻ ആ ഒരു ഭാഗം ഞാൻ പറയാം. ആമേൻ, ആമേൻ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു പദം കിടക്കുന്നുണ്ട്. എന്നറിയാമോ? ദൈവത്തെ നിന്ദിച്ച് താഴേക്ക് വെട്ടിയിട്ടവൻ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു സൈന്യത്തിന്റെ കഥ യെരമ്യാവിന് പറയാനുണ്ട്. ഈ പറയുന്ന യെരമ്യാവും പെർഫെക്റ്റ് ഇതിനകത്ത് കയറിയവനാ. യെരമ്യാവിന്റെ അഭിഷേകം കേട്ടാ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ യെരമ്യാവിന്റെ പ്രത്യേകത അറിയാമോ? എന്നാ പ്രത്യേകത? മറ്റെല്ലാ പ്രവാചകന്മാരും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ കൂടെ നടന്ന പ്രവാചകനായവനാ, അല്ലെങ്കിൽ മറ്റെല്ലാ പ്രവാചകന്മാരും ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പ്രവചനത്തെ പുറത്തു വന്നവരാ. പക്ഷെ യെരമ്യാവിനെ ദൈവം വിളിച്ചത് ഒരുവന്റെ പ്രവചനത്തിലോ ഒരുവന്റെ കൂടെ നടന്നിട്ടോ അല്ല. അമ്മയുടെ ഉദരത്തിലെ ഇവനെ ഞാൻ പ്രവാചകനായി കണ്ടിരിക്കുന്നു എന്ന് ദൈവം എഴുതി വെക്കണമെങ്കിൽ ആ പദത്തിന്റെ പട്ടിക ആലോചിച്ചു നോക്ക്. ഇന്ന് രാത്രി പരിശുദ്ധം പറയുകയാ, നിങ്ങളെ കണ്ടത് ലോകത്തിൽ ഒരുവന്റെയും ഒപ്പീസ് ചോദിച്ചുകൊണ്ടല്ല. നിങ്ങളെ തമ്പുരാൻ കണ്ടത് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ കരുവായി ചലിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പോഴും പലരും പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിനക്ക് ഞാൻ അൺലോക്ക് ചെയ്തതാണ് കർത്താവ്. ആ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുമ്പോൾ പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് നൽകാൻ ഓരോ വഴിക്ക് ഓടുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഞാൻ ആത്മാവി പറയാം, ഓടുന്ന വഴിക്ക് പറ്റുമെങ്കിൽ ഒന്ന് മുട്ടുമറക്കാതെ ലോക്കാകുന്നത് അൺലോക്കായി വരും. പെർഫെക്റ്റ് ടൈമിലേക്ക് പ്രവേശിക്കുന്ന യേശു എഫദ എന്ന് പറഞ്ഞാൽ കേൾക്കാത്ത ചെകിടം കേൾക്കൂ, മിണ്ടാത്ത ഉമ്മൻ സംസാരിക്കും, എഴുന്നേക്കാത്ത മുടന്തൻ എഴുന്നേറ്റോടും. ഇനി ഒരു കൂടെ ഞാൻ പറയാം. പെർഫെക്റ്റ് ടൈമിനകത്ത് എതരദേശത്ത് കാലുകുത്തുന്ന യേശുവിനെ കണ്ടാൽ കല്ലറയ്ക്കകത്ത് കല്ലെറിയാൻ വേണ്ടി ദൂരത്തിൽ നിന്ന് ഓങ്ങിയിരിക്കുന്ന ലഗിയോന്റെ കഴുകൻ കണ്ണുകൾ ആമേൻ സ്തോത്രം കൊത്തിപ്പറിക്കപ്പെടും. അവൻ ഓടി വന്ന് ആമേൻ സ്തോത്രം, മഹാദേവനായ ദൈവത്തിന്റെ പുത്ര, നിങ്ങൾ എന്നെ ദണ്ഡിപ്പിക്കാതെ കടന്നു പോകുമെന്ന് പറഞ്ഞ് വാറ്റത്തോളവന്റെ കാലേ കിടന്ന് വീണപേക്ഷിക്കും. ഞാൻ ഈ പറയുന്നത് ശരിക്കും പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു പദവാ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അങ്ങ് പറയാൻ എനിക്ക് ഒക്കുന്നില്ല. അങ്ങനെ അങ്ങ് പറയാൻ ഒക്കത്തില്ല. ആമേൻ സ്തോത്രം. പക്ഷെ എങ്കിലും എന്റെ അകത്ത് വന്നൊരാശയം ഞാൻ പറയാം. ആമേൻ സ്തോത്രം. നിങ്ങൾ ഏത് ശക്തിയെയാണോ ഭയക്കുന്നത്, നിങ്ങൾ എന്തിനെയാണോ ഇത്രയും നാളും ഭയപ്പെടുത്തി വീർപ്പിച്ച് ഞാൻ പറയാം, പലരുടെ ആമേ വീടിനകത്ത്
തെറ്റായ പിശാച്, എന്നെ തകർക്കുന്ന പിശാച്, എന്നെ ഉടയ്ക്കുന്ന പിശാച്, എൻ്റെ വീട്ടിൽ രോഗം കൊണ്ടുവരുന്ന പിശാച്. അയ്യോ, യേശുവിന് ഇവിടെ ഒരു സ്ഥാനമില്ലാത്ത പോലെയാണ് നിങ്ങളുടെ വർത്തമാനം കിട്ടുകഴിഞ്ഞാൽ. ഈ വീട്ടിൽ യേശുവിന് ഒരു സ്ഥാനമില്ല. പിശാചാണ് ഇല്ല. രോഗം കൊണ്ടുവരുന്ന പിശാച്, പാപം കൊണ്ടുവരുന്ന പിശാച്, ശാപം കൊണ്ടുവരുന്ന പിശാച്, മുമ്പോട്ട് പോകുന്ന ഓരോ സെക്കൻഡിലും പിശാച് പിശാച് പിശാച്. പക്ഷെ എപ്പോഴാണ് എന്റെ അഭിഷേകം അൺലോക്ക് ചെയ്യണമെന്ന് അറിയാമോ? പിശാചിനെ പറയുന്ന സമയം കൊണ്ട് ഒറ്റവട്ടം യേശുവിന്റെ നാമത്തിൽ, എവിടെ? യേശുവിന്റെ നാമത്തിൽ കടന്നു പോകേണ്ട ഭവനത്തിൽ നിന്ന്, ഇറങ്ങിപ്പോയതിന്റെ ഭവനത്തിൽ നിന്ന്, ഇറങ്ങിപ്പോയതിന്റെ ബിസിനസ്സിൽ നിന്ന്, ഇറങ്ങിപ്പോയതിന്റെ ശരീരത്തിൽ നിന്ന് നിനക്ക് അൺലോക്ക് ചെയ്യാം അഭിഷേകത്തെ. എന്തുകൊണ്ട് പെർഫെക്റ്റ് ആയി ഒരു മനുഷ്യനെ വിളിക്കുന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം കൊണ്ട് ഞാൻ ഇന്നത്തെ സമയം എന്റെ മുമ്പിൽ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഞാൻ ഇരിക്കാം. നോക്കട്ടെ, എന്തുകൊണ്ട് യോഹന്നാൻ നീ പെർഫെക്റ്റ് ആയി കയറണം? എന്നോട് പറഞ്ഞ കർത്താവ് എന്നോട് പറഞ്ഞ മറുപടി, മറ്റാർക്കും കാണാത്തൊരു കാഴ്ച നിന്നെ കാണിക്കാനുണ്ട്. എന്തുകൊണ്ട് എന്തുകൊണ്ട് ശൗലേ നീ പ്രസംഗിക്കാൻ കയറണം? നീ സ്വന്തം സഭകളെ എഴുന്നേക്കാൻ, സഭകളെ ഉണർപ്പിക്കാൻ എഴുന്നേക്കണം. എന്തുകൊണ്ട് നീ പെർഫെക്റ്റ് ആയി കയറണം? എന്നോട് പറഞ്ഞ മറുപടി, ഭൂമിയിൽ ഒരുവൻ ട്രൈ ചെയ്യാത്തൊരു കാര്യം എന്നതാ, കൈസരുടെ മുമ്പാകെ ദൈവവചനത്തെ ഉയർത്താൻ എനിക്ക് പെർഫെക്റ്റ് ടൈമിനകത്ത് കയറണം. പത്രോസ്, എന്തിന് നീ പെർഫെക്റ്റ് ടൈമിൽ കയറണം? സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, ഒന്നുകൂടെ ഞാൻ ആ ദൂത് പറയാം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ വരാൻ. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ എന്തിനാണ് പത്രോസ് നീ പിന്നെ സ്തോത്രം ഈ പെർഫെക്റ്റ് ടൈമിൽ കയറുന്നതിന്റെ കാര്യം ഉണ്ട്. കാര്യം വെച്ചാ എന്നറിയാമോ? ഞാൻ പറയുന്നത് സ്വർഗത്തിൽ കെട്ടാനും അതുപോലെ തന്നെ ഭൂമി കെട്ടപ്പെടും. ഞാൻ എന്ത് പറയുന്നു അത് സ്വർഗത്തിൽ അഴിയും, അതുപോലെ തന്നെ ഭൂമിയിലും അഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സ്വർഗത്തിന്റെ കൺട്രോൾ എന്റെ കയ്യിൽ തമ്പുരാൻ തരാന്ന് വാക്ക് പറഞ്ഞത്. ഞാൻ ഈ പെർഫെക്റ്റ് ടൈമിനകത്ത് പ്രവേശിക്കപ്പെടാം. ഒരു ദൈവഭക്തൻ പെർഫെക്റ്റ് ടൈമിനകത്ത് പ്രവേശിക്കുമ്പോ അവന്റെ അകത്ത് അൺലോക്ക് ആകുന്നത് സ്വർഗീയ കൺട്രോളാ, സ്വർഗീയ കൺട്രോളാ. അങ്ങനെ പ്രവേശിക്കുന്നവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ പറയുന്നത് സ്വർഗം അറിഞ്ഞു വരും. യോഹന്നാൻ പറഞ്ഞെടുത്ത് പത്മോസ് ദ്വീപിൽ, എന്നാ പത്മോസ് ദ്വീപിന്റെ പ്രത്യേകത? വെള്ള ഫലപുഷ്ടിയുണ്ടോ? ഇല്ല. പച്ചവെള്ളമുണ്ടോ? ഇല്ല. നന്നായി കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ഇല്ല. ആകെയുള്ള ഗുണമെന്ന് പറയുന്നത് കൊത്തിപ്പറിക്കാൻ കുറെ കഴുകന്മാര്, തിന്നുകുടിക്കാൻ കുറെ നികൃഷ്ടരീതികളും, തലയോട്ടികളും, ഉപ്പുവെള്ളം നിറഞ്ഞ കടലാലിൽ നിറഞ്ഞ ഒരു ശപിക്കപ്പെട്ട ദ്വീപിനകത്തേക്ക് സകല നിറവുള്ള സ്വർഗം ഇറങ്ങി വന്നിച്ച് യോഹന്നാനെ നീ കയറി വാ. മേലാൽ സംഭവിക്കാനുള്ളത് പറയണമെങ്കിൽ യോഹന്നാനെ നീ പ്രാപിച്ച ടൈം എനിക്കൊന്ന് തരാൻ പറ്റുമോ? ഇന്ന് രാത്രി എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും? കർത്താവേ, യോഹന്നാന് കൊടുത്തതുപോലെ, പത്രോസിന് കൊടുത്തതുപോലെ, പൗലോസിന് കൊടുത്തതുപോലെ കർത്താവേ എനിക്കൊരു പെർഫെക്റ്റ് ടൈം ഓപ്പൺ ആക്കി തരാൻ പറ്റുമോ? ഇന്ന് രാത്രി എന്നെ കേട്ട് ദൈവത്തോട് ഞാൻ നന്നായി പറയാം, നിങ്ങൾക്ക് ആ ടൈം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങളെ നിന്ദിച്ചവരുടെ മുമ്പേ, നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുമ്പേ, നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചവരുടെ മുമ്പേ, നിങ്ങളെ താറുമാറാക്കാൻ ശ്രമിച്ചവരുടെ മുമ്പേ നിങ്ങൾ പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നത് രാജ്യത്തെ അഭിഷേകം കൊണ്ട. എന്തുകൊണ്ട് രാജ്യത്തെ അഭിഷേകം? ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് സ്വർഗം ഓപ്പൺ ആകും. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നിടത്ത് സ്വർഗം എനിക്ക് വേണ്ടി അനുസരിക്കും. ഞാൻ സംസാരിക്കുന്നിടത്ത് ദൂതന്മാർ എനിക്ക് വേണ്ടി കമാൻഡുകൾ ഏറ്റെടുക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, പലരും പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, കർത്താവേ എനിക്ക് ഏഞ്ചലിക് മിനിസ്ട്രി തരണം, കർത്താവേ എനിക്ക് ഏഞ്ചലിക് മിനിസ്ട്രി തരണം, ഏഞ്ചലിക് മിനിസ്ട്രി തരണം. പക്ഷെ ഞാൻ പറയട്ടെ, ദൂതന്മാരുടെ ശുശ്രൂഷയല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ദൂതന്മാരെ കൺട്രോൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്ക്, ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങും. ഒരു മനുഷ്യന്റെ പ്രവേശനമില്ലാത്ത സ്തോത്രം, അതെ, ഹെരോദാവിന്റെ കാരാഗ്രഹത്തിനകത്ത് രാത്രിയായാൽ പിന്നീട് ആ കാരാഗ്രഹത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശനമില്ല. കാരണം ഇരുമ്പുവാതിലൊന്ന് കടക്കാൻ വീണ്ടും 3 വാതിലുകൾ അകത്ത് കാരാഗ്രഹത്തിൽ
കാരാഗ്രഹത്തിന്റെ വാതിൽ 4. അങ്ങനെ 5 വാതിലുകൾ കടന്നാൽ മാത്രമാണ് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. ഈ 5 വാതിലുകളിലുമുള്ള പ്രത്യേകത, 5 വാതിലിലും ഓരോ ഗാർഡ്സ് ഉണ്ട്. 5 വാതിലിലും ഗാർഡ്സ് ഉണ്ട്. ഇവർ നിൽക്കുന്നത് ഒരു സ്ട്രേഞ്ചറെ അകത്തേക്ക് കയറ്റിവിടാനല്ല, ഒരു സ്ട്രേഞ്ചറിന്റെ കാൽപെരുമാറ്റത്തോടെ അറിഞ്ഞാൽ വളരെയേറെ വർഷങ്ങൾ ആയുധവിദ്യയെ അഭ്യസിച്ച ആ മല്ലന്മാർ ദാരുണാന്ത്യം കൊടുക്കുക മനുഷ്യൻ. അതുകൊണ്ട് പത്രോസിനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇവർക്ക് ആകെ തോന്നിയത് മുട്ടുമടങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാനാണ്. ചിലർക്ക് ചില പ്രതീക്ഷയായിട്ട് കഴിയുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. അതിന് മുമ്പേ പ്രാർത്ഥിക്കുന്നു, അപ്പോൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെ മാക്സിമം മുമ്പേ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പ്രതീക്ഷയേറ്റ സമയത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു ദൂതൻ അങ്ങോട്ട് ഇറങ്ങിയേച്ച് പത്രോസിനെ വിളിക്കുകയാണ്. ഒറ്റ വിളിക്ക് പത്രോസ് എഴുന്നേറ്റു. ഞാനൊക്കെ നല്ല ഉറക്കത്തിൽ പോയി കഴിഞ്ഞാൽ ദിവ്യാന്തിയോട് ചോദിച്ചാൽ മതി, എങ്ങനെയായിരിക്കും അതൊന്ന് ചോദിച്ചാൽ മതി. ഞാനൊക്കെ നല്ല ഉറക്കത്തിൽ പോയി കഴിഞ്ഞാൽ 1 തട്ട് 2 തട്ട് ഇല്ല 3 തട്ടിനൊന്നും ഞാൻ എണീക്കത്തില്ല. നല്ല ഉറക്കത്തിലാണെങ്കിൽ ഒരു മനുഷ്യൻ വന്ന് എന്നെ കുലുക്കിയാൽ ഞാൻ അറിയത്തില്ല, അതുപോലെ കിടന്നുറങ്ങും ഞാൻ. അങ്ങനെയാണ് പത്രോസിന്റെ അവസ്ഥയെന്ന് ആലോചിക്കുക. പത്രോസ് 2 കാവൽക്കാരുടെ നടുക്ക്, 2 പേരും പുള്ളിയെ കൊല്ലാനിരിക്കുന്നവരാ, അവര് 2 പേരും നടന്ന് സൂപ്പറായിട്ട് കിടന്നുറങ്ങുക. പത്രോസിനെ ഉറങ്ങാൻ കണ്ടിട്ട് ഇവർക്ക് 2 പേർക്കും ബുദ്ധിയായി, ഇവരും കിടന്നുറങ്ങി. അപ്പോഴാണ് ദൂതൻ വെളിപ്പെടുന്നത്. ദൂതൻ വെളിപ്പെട്ടു വന്ന ദൂതന്റെ ആദ്യത്തെ വാക്ക്, പത്രോസെ അരകെട്ടി ചെരുപ്പിട്ട് കൊടുക്ക്. ഞാൻ ഈ വാക്ക് വേറെ എവിടെ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയത്ത് ബൈബിൾ ഒന്ന് പുറകോട്ട് ചലിച്ചു. ബൈബിളിനെ പുറകോട്ടൊന്ന് മറിച്ചപ്പോൾ മുഴുവൻ എന്നെ കർത്താവ് കാണിച്ചത് ഈ വാക്ക് പറയുന്നത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പാണ്. കാരാഗ്രഹത്തിനകത്ത് 2 ചങ്ങലകൾക്കകത്ത് ബന്ധിക്കപ്പെട്ടവന് എന്താണ് ഈ നട്ടപ്പാതിരക്കൊരു യുദ്ധം? എന്നോട് പത്രോസ് പറഞ്ഞു, അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത് ഒരു യുദ്ധത്തിന് തന്നെയാ. എന്ത് യുദ്ധത്തിന്? അമ്പ് യുദ്ധത്തിനോ വാള് യുദ്ധത്തിനോ ഒന്നുമല്ല, ഒരാത്മയുദ്ധത്തിന് ഞാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ എന്റെ പ്രതിസന്ധിയിൽ നിന്ന് കയറുന്ന അടുത്ത മിനിറ്റില് അമ്പ് യുദ്ധത്തിനോ വാക്കു യുദ്ധത്തിനോ അല്ല, ഒരാത്മയുദ്ധത്തിന് ഞാൻ തയ്യാറാണെന്ന്? അടുത്തിരിക്കുന്ന സഹോദരനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, ആത്മയുദ്ധത്തിന് തയ്യാറാകാൻ പറ. സഹോദരിയെ ചേർത്ത് പിടിച്ചിട്ട് പറ, ആത്മയുദ്ധത്തിന് തയ്യാറാകാൻ പറ. ആത്മയുദ്ധത്തിന് തയ്യാറാകാൻ പറ. കാര്യം എന്നറിയാമോ? ആത്മയുദ്ധം ചെയ്യുന്ന ഓരോ വ്യക്തിയുടെ പ്രത്യേകത, അവന് വാണ് വേണ്ട, നാവ് മതി. ദൈവം അഭിഷേകം അതിനകത്താണ് കൊടുത്തേക്കുന്നത്. എത്ര പേർക്ക് ദൂത് പിടിയിട്ട് അറിയത്തില്ല, പക്ഷെ ഞാൻ പറയാം, അബൂദിന്റെ വ്യത്യാസം ഞാൻ പറയാം. വാണ് കൊണ്ട് നടക്കുന്നവന് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അവന് വേണം, അല്ലേ? പക്ഷെ നാവ് അഭിഷേകം കൊണ്ട് നടക്കുന്നവന്റെ പ്രത്യേകത, അവൻ പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാൻ സ്വർഗ്ഗം ഇറങ്ങി വരുമെന്ന്. എത്ര പേർക്ക് അത് ഊത് പിടികിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് അത് ഊതിൽ ഉറയ്ക്കാൻ പറയുന്നു. ചിലതിനെ പെർഫെക്റ്റ് ടൈമിനകത്ത് പരിശുദ്ധാത്മാവ് നിർത്തിയാൽ എന്റെ നാഴിക ഇന്ന് രാത്രി അടുത്തിരിക്കുന്നവരോട് പറ, എന്റെ നാഴിക വന്നെന്ന് പറ. എന്റെ നാഴിക വന്നു. ഇന്നലെ വരെ ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു, ഇന്നലെ വരെ ഞാൻ തകർന്നിരിക്കുകയായിരുന്നു, ഇന്നലെ വരെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ അപമാനിതനായിരുന്നു, ഇന്നലെ വരെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു. പക്ഷെ ഇന്ന് ഇതെന്റെ സമയമാണ്, ഇതെന്റെ നാഴികയാണ്, ഇതെന്റെ അഭിഷേകത്തിന്റെ സമയമാണ്. ഈ സമയത്ത് പരിശുദ്ധ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ പ്രകാശത്തിൽ നിന്റെ പട്ടണം പ്രകാശിക്കപ്പെടുന്ന രീതിയിലേക്ക്. ഇതിനെ എത്ര പേർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആത്മഭാരം നിറഞ്ഞു നിൽക്കുന്ന എന്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്കുകൂടെ പരിശുദ്ധമോ തരുന്നു. അങ്ങനെ പ്രകാശിക്കുന്നവൻ പട്ടണത്തിൽ വെച്ച തണ്ടിന്മേൽ വിളക്ക്, തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ശോഭിക്കും. പ്രത്യേകത, അത് പട്ടണത്തിന് വെളിച്ചമേകുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിച്ചത് ലോകത്തിന് വെളിച്ചമേകാനാ, ലോകത്തിന് വെളിച്ചമാകാനാ. ഇന്ന് രാത്രി ചിലതിന്റെ വെളിച്ചത്തിലേക്ക് പരിശുദ്ധം കൊണ്ടുവരുന്നു. എത്ര പേർക്ക് ഈ ഭൂതായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിലെ കണ്ണനിലെ പരിശുദ്ധമാവ് കത്തിക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? ഇതിനകത്ത്
വെറും കനലുകളല്ല, വെറും കനലുകളല്ല. They have the potential to fire, make a fire. അവർക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. എന്നറിയാമോ? അവർക്ക് തീ ഉളവാക്കാൻ കഴിയും, അവർക്ക് അഗ്നി ഉളവാക്കാൻ കഴിയും. അവരെ കൊണ്ട് അഗ്നി ഉളവാക്കിയാൽ അവർ ഈ പട്ടണം കത്തിക്കും, അവർ ഈ പട്ടണം കത്തിക്കും. പരിശുദ്ധങ്ങൾ പറയുന്നു, വരും ദിവസങ്ങളിൽ പട്ടണത്തെ പിടിക്കുക മാത്രമല്ല, പട്ടണത്തെ കത്തിക്കാൻ ദൈവം നിങ്ങൾക്ക് അഭിഷേകം തരട്ടെ. പട്ടണത്തെ പിടിക്കുക മാത്രമല്ല, പട്ടണത്തെ ആത്മാവിൽ കത്തിക്കാൻ. കഴിഞ്ഞ ദിവസം എന്റെ വാട്സാപ്പ് മെസ്സഞ്ചറിലേക്ക് ഒരു ഫോർവേഡ് മെസ്സേജ് വന്നു. അയർലൻഡിൽ നിന്ന് ദൈവദാസൻ അയച്ചൊരു ഫോർവേഡ് മെസ്സേജ് ഞങ്ങൾ കണ്ടു, നോക്കിയപ്പോൾ അതിന്റെ മെസ്സേജ് സിമ്പിളാ. എന്നറിയാമോ? ആസാമിലെ 2 കുടിലുകൾ പാസ്റ്റർമാരുടെ 2 കുടിലുകൾ RSSകാർ തീ വെച്ച് കത്തിച്ചു. കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി, വളരെ വേദന തോന്നി, വളരെ ഭാരം തോന്നി. പക്ഷെ ഞാൻ പ്രാർത്ഥന മുറിക്കകത്ത് കയറിയിരുന്ന് കർത്താവ് ഇതിനൊരു പ്രതിവിധി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ എന്റെ കർത്താവിനോട് പറഞ്ഞത് മറുപടി എന്നറിയണോ പ്രിയരെ? കുഞ്ഞെ, അവർക്ക് പറ്റുമെങ്കിൽ 2 കുടില് കത്തിക്കാൻ പറ്റും, പക്ഷെ അതിനകത്ത് താമസിക്കുന്നവൻ ആസാ കത്തിക്കാൻ പറ്റും. 2, ഇവന്മാർ ഉണ്ടാക്കുന്ന തീക്ക് അണയ്ക്കാൻ വെള്ളം വേണം. ഞാൻ ഉണ്ടാക്കുന്ന തീക്ക് വെള്ളമല്ല, ഇത് അണയ്ക്കാനുള്ള വഴി ഉണ്ടാക്കിയവനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയാം, ഈ പട്ടണത്തെ ബാഹിക ദൈവമല്ല, ലോകത്തിൽ ഒരു മനുഷ്യനും അണയ്ക്കാൻ പറ്റാത്ത, ലോകത്തൊരു മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റാത്ത സ്വർഗീയ അഗ്നിയെ ജ്വലിപ്പിക്കുന്ന ആത്മഭാരമുള്ള ചിലതിന് ഇതിനകത്ത് നിന്ന് മനുഷ്യനെ പുറത്തെടുക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങളെ കൊണ്ട് 2 വട്ടം പറഞ്ഞു, നിങ്ങളുടെ പെർഫെക്റ്റ് ടൈം എത്തിയിരിക്കുന്നു, നിങ്ങളുടെ നാഴിക എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രി അതിനെ ഉറപ്പിക്കാൻ ആത്മാവ് മറ്റൊരു വാക്കൂടെ തരുന്നു. പ്രിയരെ, നീ പെർഫെക്റ്റ് ടൈമിനകത്ത് കയറി കഴിഞ്ഞാൽ നിന്നെ ഒതുക്കി വെച്ചിരുന്ന ശക്തികൾ നിന്നെ കണ്ട് ഭയന്നോടുക. നീ ഭയന്നോടിയ. ഞാൻ പറയാം, ലാബാന്റെ വീട്ടിൽ 10-14 കൊല്ലം പട്ടിപ്പണിയെടുക്കുന്ന, തകർന്ന് പണിയെടുക്കുന്ന, പട്ടിയെ പോലെ ആടിനെ പോലെ വെറും ഒരു നായെ പോലെ പണിയെടുക്കുന്ന യാക്കോബിനെ നോക്കിയിട്ട് ലോകം മുഴുവൻ പറഞ്ഞു യാക്കോബിന്റെ അന്ത്യം ലാബാന്റെ കന്നാലി തൊഴുത്തി. പക്ഷെ ദൈവം പറഞ്ഞു, യാക്കോബ് എന്നല്ല ഞാൻ ഇനി അവനെ വിളിക്കുന്നത്, എന്നോട് മല്ല് വിളിച്ച് എന്നോട് കൃപാവരം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത അവൻ ഇനി മുതൽ ഇസ്രായേൽ എന്നറിയപ്പെടും. എന്ന ഇസ്രായേലിന്റെ പ്രത്യേകത ഇന്നൊരു രാഷ്ട്രത്തിന്റെ പേരാണത്. 3 ഐക്യരാഷ്ട്ര സംഘടനകൾ സപ്പോർട്ട് ചെയ്യുന്ന, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെക്നോളജിയാൽ നിറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. നിങ്ങളുടെ സെൽഫോണുകളിൽ ഉപയോഗിക്കുന്ന നാനോ ചിപ്പുകൾ ഉളവാക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ. ഏത് പണ്ട് അഷ്ടിക്ക് വകയില്ലാതെ ഫറവോന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ പോയ ഇസ്രായേലല്ല ഇത്. ഈ ഇസ്രായേലർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവര് ബലം പ്രാപിച്ചത് ലോകത്തിന്റെ ഇമ്പങ്ങൾ കൊണ്ടല്ല, ഇവർ ബലം പ്രാപിച്ചത് ദൈവത്തോട് ആത്മഭാരക്കളത്തിൽ ദൈവത്തോട് മല്ലുപിടിക്കുന്ന യാക്കോബുമാര് ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ ആത്മൂത് പറയുക. ചില രാഷ്ട്രങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന, ചില പട്ടണങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന, ചില സ്ഥലങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന നിന്റെ ഐഡന്റിറ്റി പട്ടണം സ്വീകരിക്കാൻ പോവുക. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് അതൂത്? എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട് അതൂത്? കുഞ്ഞെ, മീൻകാരനായ ശീമോന്റെ ഐഡന്റിറ്റി എല്ലാവരും ഏറ്റെടുത്തു അല്ലേ? മീൻകാരനായിരിക്കുന്ന ശീമോനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവന്റെ കയ്യിൽ നിന്ന് പറ്റിച്ചാണേലും കുറച്ച് മീൻ മേടിക്കാൻ അറിയാം. പക്ഷേ പട്ടണം അവന്റെ ഐഡന്റിറ്റി സ്വീകരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? മീൻകാരനായപ്പോഴല്ല, 2000 വെള്ളത്തെ ഒറ്റയടിക്ക് മുക്കാൻ തമ്പുരാൻ അവന് കൃപ കൊടുത്തപ്പോ. ദൈവദാസനെ അങ്ങനെ ഒരു കാലിബറി കൈക്കൊണ്ടാകട്ടെ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 2000 വെള്ളത്തേക്ക് മുക്കാൻ തക്ക കാലിബറില് ദൈവം നിന്റെ കരത്തിലെ. തൊടുപുഴയുടെ സ്ട്രെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് വെച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോളാം. കാര്യം ഈ ഹോള് പോരാതെ വരും. ഒരാമയും പറഞ്ഞില്ല. ഈ ഹോള് പോരാതെ വരും.
ചോദിച്ചാൽ, ലോകത്തിൽ എത്ര വലിയ കൊമ്പന്മാർ അതിനെതിരെ വന്ന് നിന്നാലോ, എന്റെ തമ്പുരാൻ പറയും, കുഞ്ഞെ നിനക്ക് വേണ്ടി ആകാശത്തെ കീറി മുറിച്ച് ഞാൻ ഇറങ്ങി വരാം. നിനക്ക് വേണ്ടി വെള്ളക്കെട്ടുകളെ രണ്ടാക്കി ഞാൻ ഇറങ്ങി വരാം. നിനക്ക് വേണ്ടി കിഴക്കൻ കാറ്റിനെ ഞാൻ തിരിച്ച് നിനക്ക് വേണ്ടി ഇറങ്ങി വരാം. Because you are the son of the heavenly God. നീ സ്വർഗീയ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഉറപ്പ് ഇന്ന് രാത്രി ദൈവം നിനക്ക് കൈമാറുകയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയോ, ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും, ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. നിങ്ങൾക്ക് ആർക്കും ഇത് വീട്ടിൽ പോകാനൊക്കത്തില്ല. ഞാൻ അതുകൊണ്ട് വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുക. പെർഫെക്റ്റ് ടൈമിനകത്തേക്ക് കർത്താവ് കയറി. കാനാവിലെ ആദ്യത്തെ സെക്ഷൻ എല്ലാവരും പറഞ്ഞു യേശുവിനെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. കൂടെ നടന്ന 12 എണ്ണത്തിന് അറിയത്തില്ല എന്നാ ചെയ്യാൻ പോകുന്നത്. 12 എണ്ണത്തോടും പറയാത്തൊരു ഡയലോഗ് വീട്ടിലെ കലവറക്കാരനെ വിളിച്ചു വരുത്തി പറയുന്നു. ശിഷ്യന്മാരെ വിളിച്ചു, മക്കളെ ഓടി വന്നേ. ഏത് സ്വന്തം ശിഷ്യന്മാരെയല്ല, അപ്പുറത്തെ ശിഷ്യന്മാരെ വിളിച്ചു, മക്കളെ ഓടി വന്നേ. കൃത്യന്മാർ ഓടി വന്നേ, ദാസന്മാർ ഓടി വന്നേ. മക്കളെ, നിങ്ങൾ ചെയ്യാനുള്ള പരിപാടി എന്റെ നാട്ടിൽ ഇതൊരു വന്നിട്ടിരുന്ന് യേശു പറഞ്ഞു പോകുമ്പോൾ മറിയ ഓടിച്ചെന്ന് ദാസന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വേറെ ഏത് മനുഷ്യൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു കാര്യമില്ല. പക്ഷെ അതുകൊണ്ട് അങ്ങ് നിൽക്കുന്നുണ്ടോ, അവൻ എന്നാ പറയുന്നോ അങ്ങനെ തന്നെ ചെയ്തോണം. ഇത് മറിയ ഏത് വെളിപ്പാടിലാ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നെ കണ്ടോണ്ടാ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എപ്പോ മറിയ ആ ഡയലോഗ് കേട്ടോ, എന്റെ നാഴിക ഇതിൽ വന്നിട്ടില്ല, മറിയയ്ക്ക് പിടികിട്ടി. ഒരു കാര്യം പിടികിട്ടി, ഇവന്റെ അധികാര പദവിയിലേക്ക്, ഇവന്റെ അധികാര പദവി അൺലോക്ക് ചെയ്യാനുള്ള ടൈമായി, ഇവൻ അഭിഷേകത്തിൽ നിറയാനുള്ള ടൈമായി, ഇവൻ ആരാണെന്ന് ഗലീലയെ അറിയാനുള്ള ടൈമായി. ഇവൻ യോസേഫിന്റെ പുത്രനല്ല, ഇവൻ മരപ്പണിക്കാരന്റെ പുത്രനല്ല, ഇവൻ ഒറ്റ വാക്കിനാൽ സകലത്തെയും സൃഷ്ടിച്ചവന്റെ തലമുറയാണെന്ന് പട്ടണം അറിയാൻ സമയമായി. മറിയയ്ക്ക് വെളിപ്പാടെത്തിയപ്പോ ഓടിച്ചെന്ന് പറഞ്ഞു, ഇവൻ എന്നാ പറഞ്ഞാലും എന്ത് ചെയ്യണം? ദാസന്മാർ റെഡിയാ. യേശു പറഞ്ഞു, മകളെ ഓടി ചെല്ലുക. എന്നിട്ട് ആ കിണറിന്റെ വക്കില് ഒരു 6 കൽപാത്രം നിരത്തി വെച്ചിട്ടുണ്ട്. പഴയ നിയമം പഠിക്കുന്നവർക്കറിയാം, 6 കൽപാത്രങ്ങൾ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ്. ശുദ്ധീകരണ രീതിയിൽ ഉപയോഗിക്കുന്ന 6 കൽപാത്രങ്ങൾ നിറച്ചു വെച്ചു. 6ലേക്കും ആദ്യം നോക്കി യേശു എന്നത് ശൂന്യതയാണ്, അല്ലെ? പലപ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും യേശുവിനോട് പറയാനുള്ള നിങ്ങളുടെ ശൂന്യതയല്ലേ, അല്ലേ? ശൂന്യത പറയുന്നവരോട് ഇന്ന് രാത്രി പറയാം, നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറ്റാത്തൊരു കിണറുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ ദൂതുകൈ മാറുകയാണ്. എവിടെ നിന്ന് ആ കിണറെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടി, സ്വർഗവുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കിണർ നിങ്ങളുടെ അടുത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത, ഉലകത്തിൽ ഒരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര പൊസിഷനിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, നസ്രയനായ യേശു. യേശു എന്നേക്ക് പറയുന്നത്, നിങ്ങളെ 6 എണ്ണത്തിലേക്ക് വെള്ളം നിറയ്ക്കണം. മക്കളെ, 6 എണ്ണത്തിലേക്ക് ഒന്നോടെ പറഞ്ഞ 6 എണ്ണത്തിലേക്ക് എന്നാ നിറയ്ക്കുക? വെള്ളത്തിന്റെ പ്രത്യേകത. കെമിസ്ട്രി പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? പഠിച്ച് തീർത്തവർ എത്ര പേരുണ്ട്? ഒക്കെ കൈവൊക്കെ കാണുക. കെമിസ്ട്രി പഠിച്ചു തീർത്തവരും കെമിസ്ട്രി പഠിച്ചവരും കാണട്ടെ, കൈ നമുക്ക്. പഠിച്ചിട്ടില്ലേ? കെമിസ്ട്രി ബുക്ക് നിങ്ങളൊന്ന് എടുത്ത് മറിച്ച് നോക്കാം. അതില് പ്രത്യേകിച്ച് ഇപ്പൊ 9ാം ക്ലാസ് വരെയൊക്കെ തീർത്തവരൊക്കെ കെമിസ്ട്രി ബുക്കുകളൊക്കെ ഒന്ന് തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ 9ാം ക്ലാസ്സിന്റെ പുസ്തകത്തിനകത്ത് വാട്ടറിനെ പറ്റി ഒരു പ്രത്യേകത എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയുമ്പോ, കളർലെസ്, ഓർഡർലെസ്, ഷേപ്പ്ലെസ്. എന്താണ്? നിറമില്ല, സ്മെല്ലില്ല, ഷേപ്പില്ല. വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? നിറമില്ല, നിറമില്ല, മണമില്ല, ഷേപ്പില്ലാത്ത ഈ വെള്ളം, അതായത് അതിനെ എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നോ അതിന്റെ ഷേപ്പ് സ്വീകരിക്കുന്ന ഈ വെള്ളം കോരിയാണ് എന്ത് ചെയ്യുന്നത്? കൽപാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. ഒഴിക്കുന്ന കൽപാത്രത്തിൽ മുന്തിരി വൈനുണ്ടോ? ഇല്ല. ഒഴിക്കുന്നവന്റെ കയ്യിൽ ഇതിന്റെ സ്ക്വാഷ് വല്ലോ അല്ല. ഇപ്പോഴതാണല്ലോ നമ്മൾ ചെയ്യാറ്. എല്ലാ വീട്ടിലും അമ്മയത്ര എല്ലാത്തിനും സ്ക്വാഷ് നമുക്കുണ്ട്, മുമ്പിലുണ്ട്. ആ
അതും ഇല്ല, സമ്മതിച്ചു. ഈ ഉണ്ടാക്കുന്നവൻ മരീഷ്യൻ, അങ്ങനെ ഒഴിക്കുന്നവൻ ഇതൊന്നുമില്ല. ഇവരെല്ലാവരും വളരെ റെഡി ആയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്ത് വിശ്വാസത്തിലേക്ക് ഒഴിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ 6 മാമേശ്വരൻ 6 കൽപ്പത്രം നിറയ്ക്കാൻ ദാസന്മാർ റെഡിയായിട്ട് നിൽക്കുന്നു. 6 വേഗത്തിൽ നിറച്ചു വിടുന്നു. കഥ പറഞ്ഞൊരു കപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. കപ്പ് കൊണ്ടുവന്നു, റെഡി. കർത്താവ് അതിന്റെ മുകളിൽ വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയോ? ഓ, നിങ്ങൾ മിണ്ടിയിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടില്ലേ ആ ഭാഗം? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ വരുമ്പോൾ കാണുക അല്ലേ? സ്തോത്രം. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്? ഓടി ചെന്നിട്ട് കപ്പിലിങ്ങനെ കോരിയിട്ട് റെഡിയായിട്ട് അടുത്ത യേശു ഇപ്പൊ അത്ഭുതം ചെയ്യും. കഥ പറഞ്ഞു കൊണ്ടു കൊടുക്കണം ഇരുന്ന് വഴിക്ക്. ദാസന്റെ ഫുള്ള് മൈൻഡ് വിട്ടുപോയി കാണും. കാരണം ഇത് പറഞ്ഞിട്ട് യേശുവിന് ഒരു അടി കിട്ടാൻ പോകുന്നില്ല. കൊണ്ടു കൊടുക്കുന്ന ഇവനാണ് കലവറയുടെ അകത്ത് അടി. പച്ചവെള്ളം കൊണ്ടുവന്ന് പറ്റിക്കുന്നതാണെന്ന് ചോദിച്ച് ആദ്യത്തെ അടിയാണ്. പക്ഷെ എന്ത് വിശ്വാസത്തിലേക്ക് നടന്നു പോയെന്ന് എനിക്ക് അറിയത്തില്ലേ. പക്ഷെ പരിശുദ്ധമായിട്ട് പറഞ്ഞൊരു തോന്നുന്നുണ്ട്, കുഞ്ഞെ ഇതൊന്നും അല്ലടാ, ഇതൊന്നും അല്ല. ഞാൻ എന്തിനായിട്ട് വെള്ളം വീഞ്ഞാക്കിയെന്നറിയാമോ? ഇത് കൊണ്ടുപോയി കൊടുക്കാൻ മനസ്സ് കാണിച്ചിട്ട് ഒരുത്തൻ അവന്റെ വിശ്വാസത്തിലാണ് വീഞ്ഞായത്. ഇന്ന് ഞാൻ വിശ്വാസത്തോടെ പറയാം, ഇത് വീഞ്ഞാകണമെന്ന് കൊണ്ടു നടക്കുന്ന ഞാൻ വിശ്വസിച്ചാൽ സ്വർഗം അത് അക്സെപ്റ്റ് ചെയ്യും. അടുത്ത സെക്കൻഡിൽ ഇത് വീഞ്ഞ. മിണ്ടുന്നില്ല. പ്രിയരെ, ഇത് ചെയ്യാൻ പറ്റുന്നത് ലോകത്തിലൊരു മനുഷ്യനും പറ്റത്തില്ല അല്ലേ? നോക്ക, കോരിക്കൊള്ളുന്ന വിരുന്നുവാഴി കൊടുക്കുക. വിരുന്നുവാഴി തൊട്ട് നോക്കുമ്പോ കാണുമ്പോ വീഞ്ഞിന്റെ കളർ എല്ലാവർക്കും അറിയാലോ. നിങ്ങളാരും കാണാത്ത വീഞ്ഞിന്റെ കളർ എല്ലാവർക്കും അറിയാം. അപ്പൊ അതെടുത്തു നോക്കുമ്പോ വീഞ്ഞായിട്ട് തോന്നുന്നുണ്ട്. ഇവര് കൊണ്ടു കൊടുക്കുന്നത് വരെ വീഞ്ഞല്ല അല്ലെ? കൊണ്ടു കൊടുക്കുന്നത് വരെ കച്ചവട. വിരുന്നുവാഴി റിസീവ് ചെയ്യുന്ന സമയത്ത് കളർലെസ്, ഓർഡർലെസ്, ഷേപ്പ്ലെസ് ആയിരിക്കുന്ന ഈ വാട്ടർ അതിന്റെ ഘടന മാറ്റുകയാണ്. എത്ര പേർക്ക് പിടിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊരു വലിയ ദൂതാണ്. പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോണം. ഹെവൻലി ടൈമിനകത്തേക്ക് യേശു പ്രവേശിച്ച സമയത്ത് യേശു കർത്താവ് ചെയ്യുന്നത് ഫിസിക്കൽ സ്ട്രക്ചറിനെ കേടുപാട് വരുത്തുകയല്ല അല്ലേ? അതിന്റെ ഘടനയെ കർത്താവ് അങ്ങ് തിരിക്കുക. അതിന്റെ കെമിക്കൽ ഘടനയെ കർത്താവ് അങ്ങോട്ട് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ലോകമായിട്ടൊരു ബന്ധമില്ല. ആ വീഞ്ഞ് ഉണ്ടാകുന്നത് ഹെവൻലി പ്രോസസ്സിലാണ്. എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ പറയാം, നിന്റെ അകത്തിരിക്കുന്ന അഭിഷേകം അതെങ്ങനെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അത് ലോകത്തിന്റെ കെമിസ്ട്രി വിട്ടിട്ട് സ്വർഗീയ ഘടന സ്വീകരിക്കുന്നു. അർത്ഥം അതിന്റെ ഘടന മാറുന്നു. ഇന്ന് രാത്രി നിന്റെ ബാഹികം, നിന്റെ ഫിസിക്കലി നിനക്കകത്ത് ഒരു സ്ട്രക്ചർ ചേഞ്ച് വന്നില്ലെങ്കിലും ഇന്ന് ഇതിനകത്ത് സ്പിരിച്വലി ചിലരുടെ ഘടന മാറുകയാണ്. എത്ര പേർക്ക് ദൂതം എടുക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് രാത്രി കരവടിച്ച് ആ ദൂതിന് ആമേൻ പറയുമ്പോൾ പരിശുദ്ധത്വം പറയുകയോ, നിന്റെ ഘടന മാറുന്നു, നിന്റെ സ്ട്രക്ചർ മാറുന്നു, നിന്റെ രീതികൾ മാറുന്നു, നിന്റെ ഫീച്ചേഴ്സ് മാറുന്നു. നീ വേറെ ഏതോ തലത്തിലേക്ക് ഭരിച്ചു നടപ്പെടുന്നു. വീഞ്ഞ് നിറച്ച 6 കൽപാത്രങ്ങളും ഒരേ മൂമെന്റിൽ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെ മാറ്റി നിർത്തിയിട്ടല്ല. അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സിന്റെയും സ്ട്രക്ചർ മാറുകയാണ്. ബാഹികമായിട്ട് സൗഖ്യം കണ്ടില്ല, സമ്മതിച്ചു. പക്ഷെ ആന്തരിക സൗഖ്യം പ്രാപിക്കുന്ന ചിലതിനകത്ത് എഴുന്നേറ്റത്തെ യേശുവിന്റെ നാമത്തില്. എന്താണ് ഈ ബാഹിക? ബാഹികത്തിൽ എനിക്ക് രോഗസൗഖ്യമായില്ല എന്ന് ലോകം പറയുന്നു. കുഞ്ഞെ, നിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെ മുഴുവൻ തിരിച്ചു വെച്ച് തമ്പുരാൻ പറയും, എവിടാ നിന്റെ രോഗം? എവിടെയാ നിന്റെ ഭാരം? എവിടെയാ നിന്റെ കഷ്ടത? എവിടെയാ നിന്റെ വേദന? ഇന്ന് രാത്രി അതിന്റെ ഘടനയെ മാറ്റുന്ന ദൈവം എന്നോട് കൂടെ വ്യാപരിക്കുന്നു. നിന്ന വിപ്പി നീ ആരാണെന്ന് ലോകം തിരിച്ചറിയാതെ പോകുന്ന രീതിയിൽ നിന്നെ മാറ്റിയെടുക്കുന്ന ദൈവമുണ്ട്. ശമരിയെ കണ്ട ഫിലിപ്പോസിനെ അല്ല ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തിൽ ലോകം കണ്ടത്. എന്താണ് അവനുള്ള പ്രത്യേകത? ശമരിയയിലെ ഫിലിപ്പോസ്
ലോകജാതികളോട് പ്രസംഗിക്കാനാ വിളിച്ചേ. ഒറ്റ ലിപ്പി അവന്റെ ഘടന മാറുന്നു. വെറും ഒരു ശർമ്മനോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടി തേരിനോടൊപ്പം ഓടിയെന്നാണോ? ആണോ? വായിച്ചിട്ടില്ല അവിടെ? സന്തോഷം. പറയാൾക്കാ ദൈവത്തിന് സ്വതന്ത്രമായി നടന്നു തേരിനൊപ്പം. തേരിന്റെ സ്പീഡ് വലിക്കുന്നത് കുതിരയാ, മനുഷ്യനല്ല. ആണോ? കുതിര എങ്ങനെയൊക്കെ നടന്നാലും, കുതിര എങ്ങനെയൊക്കെ ഓടിയാലും ഫിലിപ്പോസിന് അതിന്റെ കൂടെ എത്താൻ പറ്റുമോ? എവിടെ? സൈക്കിളിനെ ഓടി തോപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ കുതിരയെ ഓടി തോപ്പിക്കാൻ. സ്പിരിച്വൽ തലത്തിൽ കയറിയിട്ട് വിശ്വാസത്തോടെ സൈക്കിളിനെ ഓടി തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. കുതിരയെ ഓടി തോപ്പിക്കാനാണ്. പറയുന്നതിന് കുറെ പേര് പറഞ്ഞു, അവർക്ക് പറയാൻ വാക്കുകൾ കുറെ കിട്ടും. പക്ഷെ വിശ്വാസത്തോടെ ഓടാനല്ല കർത്താവ് പറഞ്ഞത്. എടാ, ഓടിത്തോപ്പിക്കാനല്ല, നടന്നു തോപ്പിക്കാൻ. കുതിരയെ ഓടിത്തോപ്പിക്കുന്നത് നിന്റെ അപ്പാപ്പന്റെ കാലത്ത് ഏരിയാവ് ചെയ്ത പരിപാടിയാ. അവൻ എന്ത് ചെയ്യാനാണെങ്കിൽ നിന്നെ 12 എണ്ണത്തിനും വേർതിരിച്ച് പിന്നെ ഞാൻ വേറെ 7 എണ്ണത്തെ തപ്പി പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിന്റെ അപ്പാപ്പൻ ചെയ്ത പരിപാടി ചെയ്യാനല്ല നിന്നെ ഞാൻ ശമരിയയിൽ നിന്ന് ഗസയിലേക്ക് കൊണ്ട് നിർത്തിയത്. കുഞ്ഞെ, നിന്നെ അവിടെ കൊണ്ട് നിർത്തിയതിന്റെ പ്രത്യേകത, നിന്റെ അപ്പാപ്പൻ ഇതുവരെ കയറാത്ത ഒരു സ്പിരിച്വൽ തലത്തിൽ കയറാൻ നിന്നെ തമ്മിൽ വിളിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാ. ഇന്ന് രാത്രി പരിശുദ്ധമ പറയാം, പിതാക്കന്മാർ ചെയ്തു വെച്ചതിന്റെ പാതി തീർക്കാൻ തമ്മിൽ നിന്നെ വെറും ഒരു പാതി തീർക്കാൻ വന്നവനായിട്ടല്ല, നീ മാത്രം ചിലത് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിന്നെ കൊണ്ട് ചിലത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോ ശുശ്രൂഷ മേഖലയിലേക്ക് കയറി വരുന്ന പലരും അപ്പന്മാര് ചെയ്തു വെച്ചതിന്റെ, അപ്പാപ്പന്മാര് ചെയ്തു വെച്ചതിന്റെ, അമ്മ കൊച്ചാപ്പന്മാര് ചെയ്തു വെച്ചതിന്റെ പകുതി പിടിക്കാൻ പോണവരാ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാ, അതിന്റെ പുറകെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിനക്ക് വേണ്ടി പുതിയ വഴി. അതുകൊണ്ട് ഇതാ നിനക്കായി ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ന്യൂ ഇയർ സർവീസിനകത്ത് പാസ്റ്റർ തരുന്ന ചെറിയൊരു സ്ലിപ്പില് ഇതാ ഞാൻ നിനക്കായി പുതിയതൊന്ന് ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കി ബൈബിളിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അടുക്കി വെച്ചേച്ച് ബൈബിൾ വളച്ചു വെച്ച് മാറിയിരിക്കുന്നവനെ അല്ല ഞാൻ പറയുന്നത്. ആ വചനത്തെ കയറി പിടിച്ച് ജീവവിശ്വാസത്തോടെ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നവരുണ്ടല്ലോ, അവനെ നോക്കിയ പരിശുദ്ധ ഇതാ നിനക്കായി ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ലോകം ഇന്ന് വരെ എന്റെ പഴയത് കണ്ടു, പക്ഷെ ഇന്ന് ഞാൻ എന്റെ പെർഫെക്റ്റ് ടൈമിലേക്ക് പ്രവേശിക്കുക. ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് അവസാനമായി എന്നോട് പറഞ്ഞൊരു പദം, അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, പെർഫെക്റ്റ് ടൈമിനകത്ത് പ്രവേശിക്കുന്നവന്റെ മറ്റൊരു പ്രത്യേകത, അവൻ സംസാരിക്കുമ്പോൾ നേച്ചർ അവൻ അനുകൂലമാകും. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഇന്ന് രാത്രി പരിശുദ്ധമോട് പറയുകയാ, ഇന്ന് രാത്രി പരിശുദ്ധമോട് പറയുകയാ, വാക്കത്തുള്ളവന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് സൂര്യനും ചന്ദ്രനും വാദം പറഞ്ഞു, ഇല്ല നടക്കത്തില്ല. എന്താണ് സൂര്യനും ചന്ദ്രനും? ഒരിക്കൽ കൂടെ പറയാം, യോസേഫ് അവന്റെ അപ്പന്റെ മേശയ്ക്ക് ചുറ്റും വരുന്നൊരു സ്വപ്നം വിളമ്പുകയാണ്. എന്താണ് സ്വപ്നത്തിന്റെ പ്രത്യേകത? സൂര്യനും ചന്ദ്രനും ഏഴോ 11 നക്ഷത്രങ്ങളും ആരെ വണങ്ങുന്നു? യോസേഫിനെ ഭയം വണങ്ങുന്നു. ഉടനെ വീടിന്റെ ഹെഡായിരിക്കുന്ന അപ്പൻ ചാടി എന്നിട്ടെടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിന്റെ അപ്പനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ വണങ്ങണമോ? കേൾക്കുന്നില്ല. ഞാൻ പറയാം, വാഗ്ദത്തമുള്ളവന്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ചന്ദ്രനെ കാണിക്കുന്നു. സൂര്യൻ പിതാവിനെ അല്ലെങ്കിൽ പുരുഷ യഥാർത്ഥത്തെ കാണിക്കുന്നു.
മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞ അതേ സ്ത്രീയുടെ ശക്തിയാണ്. വാഗ്ദത്തമുള്ളവനെ ജനിച്ചടം മുതൽ അവസാനം അവന്റെ മരണം വരെ പിന്തുടരുന്നത് പുരുഷാധിപത്യം, പുരുഷന്റെ വ്യാപാര ശക്തി, പുരുഷനിലൂടെ വെളിപ്പെടുന്ന അന്ധകാര ശക്തിയും സ്ത്രീയിലൂടെ വെളിപ്പെടുന്ന അന്ധകാര ശക്തിയും ഒരുമിച്ച് നിന്ന് വാഗ്ദത്ത സന്തതിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത സൂര്യോദയത്തിന് മുമ്പ്, അടുത്ത ചന്ദ്രൻ ഉദിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ തകർക്കുമെന്ന് ഇസ്രായേലിനെതിരെ ഒരുത്തം വാദം വിടുമ്പോൾ അഭിഷേകമുള്ള യോശുവ എഴുന്നേറ്റ് കൺട്രോൾ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? ഇതുവരെ അവനെ കൺട്രോൾ ചെയ്തിട്ടില്ല. സൂര്യനെ നോക്കി പറഞ്ഞു, സൂര്യ നീ ഇന്നയിടത്ത് അനങ്ങാതെ നിന്നോണം. അടുത്ത ഡയലോഗ് തിരിഞ്ഞിച്ച്, ചന്ദ്ര ഇന്ന് നീ പോകരുത്. വിശ്വാസമുള്ളത് കൊണ്ട് മാത്രമല്ല, ദൈവം കയറ്റിവിട്ട പ്രവേശന സമയം പെർഫെക്റ്റ് ടൈമിലേക്ക് അവനെ എത്തിച്ച ആ ടൈം, ആ ഒരു ടൈം എന്ന് പറയുന്നത് അത് യോശുവയ്ക്ക് മറക്കാൻ ഒക്കാത്തതായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നറിയാമോ എന്റെ പ്രിയരെ? അങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ അതിനെ സ്വീകരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ പറഞ്ഞവനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ കമാൻഡ് ചെയ്തത് ലൗകിക ശക്തി കൊണ്ടല്ലെന്ന്. ഇവൻ കമാൻഡ് ചെയ്തത് സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ടാണ്. ഇന്ന് രാത്രി അഭിഷേകത്തിൽ പ്രവേശിക്കുന്ന ഈ ബൈബിൾ എടുത്തുയർത്തുന്ന ഓരോ ദൈവമക്കളെ നോക്കി ആത്മാവ് പ്രവചനമായി പറയുന്നു, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതൊരു നോർമൽ പവർ അല്ല. ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ പവർ. ഇറ്റ്സ് എൻ അബ്നോർമൽ പവർ. ലോകത്തിൽ ഒരു മനുഷ്യനും തടുക്കുവാൻ കഴിയാത്ത, തളയ്ക്കുവാൻ കഴിയാത്ത, അതെ തകർക്കുവാൻ കഴിയാത്ത, അതെ കൺട്രോളിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത, നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു ഹെവൻലി അനോയിന്റിംഗിലാണ് ദൈവം നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. ആ അനോയിന്റിംഗോടെ ഒരുത്തനൊരു വാക്ക് സംസാരിച്ചാൽ അതിനെ നേച്ചർ അക്സെപ്റ്റ് ചെയ്യും. അതിനുവേണ്ടി നേച്ചർ അതിന്റെ ഫിസിക്കൽ ഘടനയെ മാറ്റും. നിങ്ങൾ അതിന് പഴയ നിയമത്തിൽ മാത്രം ഉദാഹരണം കണ്ടെത്തുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം തന്നു. യേശു വെള്ളത്തിന് മുകളിലൂടെ നടന്നത് എല്ലാവർക്കും അറിയാല്ലേ? വീണ്ടും കെമിസ്ട്രി പഠിച്ച എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രത്തോളം ഉണ്ട്? വാട്ടറിന്റെ ഡെൻസിറ്റി വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ പാമേശ്വരം ചായപാത്രം ഇല്ലേ? ചായ കുടിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആ സ്തോത്രം, ദൈവങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. ചായയുടെ മുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പാട അറിയാമോ? പാട കിട്ടും ചില സമയത്ത്. ആ പാടയ്ക്ക് നിങ്ങളൊരു കുത്തു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എന്ത് ചെയ്യും? താന്നു പോകും. ഈ സെയിം കട്ടിയേ ഉള്ളൂ വെള്ളത്തിന്. ഈ സെയിം കട്ടിയേ ഉള്ളൂ വെള്ളത്തിന്. യേശു ഇതിന്റെ മുകളിലൂടെ നടന്നാൽ ഏവറേജ് ഒരു 33 വയസ്സുള്ള വ്യക്തിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു ബിലോ ഒരു 80-നും 60-നും ഇടയ്ക്കായിരിക്കും അല്ലേ? അതിന് ആ ഒരു റേഞ്ചിൽ നിൽക്കും. എങ്ങനെ പോയാലും കർത്താവിനെ എന്റെ മുഖത്തുമ്പോളോടെ നടക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശു ഭൂമിയിൽ ആക്സസ് ചെയ്യുന്നത് ഭൂമിയിലെ ശക്തിയല്ല. യേശു ഭൂമിയിൽ ആക്സസ് ചെയ്യുന്നത് ഹെവൻലി കിങ്ഡമാണ്. സ്വർഗീയ രാജ്യത്വമാണ് കർത്താവ് ഭൂമിയിൽ ആക്സസ് ചെയ്യുന്നത്. അങ്ങനെ ആക്സസ് ചെയ്യുന്ന സ്വർഗീയ കിങ്ഡത്തിൽ, ഹെവൻലി കിങ്ഡത്തിനകത്ത് നടക്കുന്ന യേശു നടക്കുമ്പോൾ വെള്ളം അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ മാറ്റും. ഒരാമേ പറഞ്ഞില്ല, നിങ്ങള് ഒരാമേ പറഞ്ഞില്ല. യേശു നടക്കുമ്പോൾ മാത്രമല്ല, വിശ്വാസത്തോടെ പത്രോസ് കാലെടുത്ത് വെച്ചാൽ, ഞാൻ പറയട്ടെ, എന്തുകൊണ്ടാണ് പത്രോസ് മുങ്ങിപ്പോയെ? അവൻ പേടിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയതുകൊണ്ട്. തിരിഞ്ഞു നോക്കിയില്ലായിരുന്നേ പടകിന്റെ അറ്റം വരെ. എന്തിന്? തിബരിയാസ് കടൽക്കരയും ഗലീല കടൽക്കരയും പോലും പത്രോസിനെ ഒന്നും അല്ലച്ച. അവൻ നടന്നേനെ. തിരിഞ്ഞു നോക്കാൻ പോയ ഒറ്റ തെറ്റേ അവൻ ചെയ്തുള്ളൂ. പക്ഷെ വ്യക്തമായി ഞാൻ പറയാം, വിശ്വാസത്തോടെ പത്രോസ് എടുത്തു വെച്ച 2 അടിയും അവനെ വെള്ളം മുക്കാതെ വെള്ളം അതിന്റെ ഘടനമാക്കി. കാരണം ആ സമയം വരെയും പത്രോസ് ആക്സസ് ചെയ്തത് ഹെവൻലി കിങ്ഡമാണ്. ഇന്ന് രാത്രി കർത്താവിനോട് പറ, ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക.
Jesus. Hallelujah. 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 ഒരു മിനിറ്റ് ഒന്ന് കഥാവിനോട് പറ. ഒരു മിനിറ്റ് കഥാവിനോട് പറ. കഥാവേ, എന്നെ എൻ്റെ പെർഫെക്റ്റ് ടൈമിനകത്ത് ഉറപ്പിക്കുന്നത് കൊണ്ട് നന്ദി. പറ ഒരു നിമിഷം പറ. എന്നെ എൻ്റെ പെർഫെക്റ്റ് ടൈമിനകത്ത് കഥ ഉറപ്പിക്കുന്നത് കൊണ്ട് നന്ദി. ഞാൻ ഇതുവരെ നടക്കാത്ത ഒരു ഹെവൻലി കിങ്ഡം ആക്സസ് ചെയ്യാൻ എൻ്റെ കയ്യിലേക്ക് ആക്സസ് കാർഡ് കൈമാറുന്നത് കൊണ്ട് നന്ദി. ബ്രദറെ ഓടി വന്നേ, ഫ്രണ്ടിലേക്ക് ഓടി വാ. ഗ്രീൻ ഷർട്ട് ഓടി വാ. നിങ്ങൾ തന്നെ ഓടി വാ. ഒരാളൊന്ന് പുറകെ വരണേ. ആ മനുഷ്യന്റെ മേലേക്ക് വലിയ അഭിഷേകത്തെ ഞാൻ കാണുക. ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് എന്നോട് 3 കൈമാറാൻ പറയുന്നു. നീ നടന്നു പോകുന്ന വഴിക്ക് നിനക്കെതിരായി വരുന്ന പലതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ മാറുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. The access of the heavenly kingdom. പ്രാപിച്ചുകൊണ്ടു യേശുവിന്റെ നാമത്തിൽ. കർത്താവിനോട് പറയുന്നു, ബ്രദറെ, ഇന്നലെ വരെ നിങ്ങൾ തുറന്ന ഓരോ വാതിലും നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് മുമ്പിൽ അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ വെച്ച് ആ ലോകം അതിനെ അടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ അടക്കാനല്ല, പ്രാപിച്ചോ. ഈ മനുഷ്യനെ എടുത്തറിയുന്ന ആത്മാവിനെ കാണിക്കുന്നു. നീ കണ്ടുവരുന്ന അഭിഷേകം കിങ്ഡത്തിൽ നിങ്ങൾക്കൊരു ആക്സസ് കാർഡിനെ പരിശുദ്ധമായി മാറുന്നു. അസൂയില്ലാത്തവരെല്ലാം കരവാടിച്ച് നന്ദി പറ. നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞ ചില വിദേശത്തിന്റെ വാതിലുകൾ വരുന്ന 2 മാസത്തിനകം നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. അറിയത്തില്ല ഇതിനു മുമ്പിൽ അടഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നോട് പറയുന്ന ദൈവദാസനെ, 2 വട്ടം നിങ്ങൾക്ക് പോകാൻ ചാൻസ് വന്നു. 2 വട്ടം എന്തോ ഒന്ന് തടഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധം പറയുക, അതിന്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെ പരിശുദ്ധം മാറ്റുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തൊടുന്ന ചിലതിന്റെ ഫിസിക്കൽ സ്ട്രക്ചർ മാറുക. മീൻസ് ചില രോഗികൾ നിങ്ങളുടെ കരത്തിൽ സൗഖ്യമാകുന്നു. നിങ്ങൾ ഗിറ്റാർ പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ടിലൂടെ ചില ഭൂതങ്ങൾ അലറിയോടുന്നത്. വിരലുകളിൽ മാന്ത്രികം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവർ എന്റെ സഭയ്ക്കകത്തുണ്ടെന്ന് തൊടുപുഴ ഗിൽഗാൽ ചർച്ചിൽ ഒരുമിച്ച് പറയാൻ. അത് ഞാൻ പറയാം, ഇലക്ട്രിക് ഇമ്പൾസുകൾ ഉണ്ടാകുന്നത് പോലെ ചിലരുടെ മേലേക്ക് നിങ്ങൾ സ്പർശിക്കുമ്പോൾ ചില ഇലക്ട്രിക്കൽ എക്സ്പ്ലോഷൻസുകൾ ഉണ്ടാകും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, 1, 2, 3 എന്ന രീതിയിൽ ചില ഡോറുകൾ ഓപ്പൺ ആകുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി ഇങ്ങനെ പ്രവചിക്കുന്നു, നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിലല്ല. Now you are accessing the heaven. നിങ്ങൾ ഇപ്പോൾ ആക്സസ് ചെയ്യുന്നത് സ്വർഗ്ഗത്തെയാണ്. ഇത് രാത്രി ഒന്ന് ചേർന്ന് നിന്നോണ്ട് കർത്താവിനോട് പറ, കർത്താവേ, നിറയാൻ ഞാൻ തയ്യാറാ. നിറയ്ക്കാൻ നീ റെഡിയാണ്. നിറയാൻ ഞാൻ തയ്യാറാ. ഈ ലോകത്തിലൊരു മനുഷ്യന് നിറയ്ക്കാൻ ഒക്കത്തില്ലെന്ന് അറിയാം. പക്ഷെ നിനക്ക് എന്നെ നിറയ്ക്കാൻ പറ്റും കർത്താവേ. പറയാൻ പറ്റുമോ? ഹൃദയത്തെ കൈവച്ചോണ്ട് പറ. ഒരല്പം കളങ്കം പോലും ഹൃദയത്തിൽ ഇല്ലാതെ പറ. ഒരു മനുഷ്യൻ തൊടാതെ നിങ്ങളെ ആത്മാവ് സ്പർശിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യെസ് സാധ്യമാകുമേ. നീ
തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. ഈ മണിക്കൂർ മുതൽ ഇന്നലെ വരെ അവരെന്തായിരുന്നു, ഈ തൊട്ടടുത്ത മണിക്കൂർ മുതൽ അവരെന്തായിരുന്നു എന്നുള്ളതല്ല. By this minute ഞാൻ ഇവരെ heavenly kingdomത്തിലേക്ക് കാലെടുത്ത് വെപ്പിക്കുകയാണ്. യേശു ആക്സസ് ചെയ്ത, പത്രോസ് ആക്സസ് ചെയ്ത, പൗലോസ് ആക്സസ് ചെയ്ത സ്വർഗീയ കിങ്ഡത്തിന്റെ വാതിലിലേക്ക് എന്റെ പ്രിയ സഹോദരങ്ങളെ ഞങ്ങൾ ഒരുമിച്ച് സ്റ്റെപ്പെടുത്ത് വെക്കുന്നു. എന്റെ മുമ്പിൽ കൊട്ടിയടഞ്ഞപ്പെട്ട, എന്റെ മുമ്പിൽ പിശാച് തുറന്നിട്ട എന്റെ തോൽവിയുടെ വാതിലിനെ അതിനെ പൊളിച്ചു മാറ്റിയല്ല. ഇന്നലെ വരെ ഞാൻ അതിനെ പൊളിച്ചു മാറ്റാൻ പ്രാർത്ഥിച്ചേ. പക്ഷെ ഇന്ന് പിശാച് തുറന്നു വെച്ചിരിക്കുന്ന തോൽവിയുടെ വഴിയെ, അതിന്റെ സ്ട്രക്ചറിനെ മാറ്റി ഞാൻ അതിനെ നിറവിന്റെ വഴിയാക്കാൻ പോകുന്നു. ഞാൻ അതിനെ സക്സസിന്റെ വഴിയാക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്റെ സഹോദരന്റെ, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ പെർഫെക്റ്റ് ടൈം വ്യാപരിക്കട്ടെ. തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്, തുടങ്ങട്ടെ യേശുവിന്റെ നാമത്തില്. പെർഫെക്റ്റ് ടൈമിനകത്ത് കയറി നിൽക്കുന്ന ഇവർ സംസാരിക്കുന്നിടത്ത് ഭൂതങ്ങൾ അലറിയോടട്ടെ. ഇവർ സംസാരിക്കുന്നിടത്ത് രോഗികൾ അവരുടെ രോഗങ്ങൾ മാറാത്ത കർത്താവിനെ ആരാധിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ ചിലർ അവരിലേക്ക് തിരിച്ചു വരട്ടെ. ഇല്ല എന്ന് പറഞ്ഞ ചിലർ ഉണർവരട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ എനിക്ക് തരുന്ന അവസാന ദൂത്, ഹെവൻലി ടൈമിലേക്ക് പ്രവേശിക്കുന്നവന്റെ ലാസ്റ്റത്തെ പ്രത്യേകത മരിച്ചതിനെ ജീവിപ്പിക്കുകയോ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പിടിച്ചു വരുത്തുകയില്ല. ദൈവിക കൃപയിലേക്ക് ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെ കൈമാറി പിടിച്ചു കയറ്റുക. ഞങ്ങൾ ഈ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ ഗ്യാപ്പിനകത്തേക്ക് കർത്താവിന്റെ കരം കൂടെ വെളിപ്പെടണം.